നമസ്കാരം. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഭാരതത്തിലെ വ്യാപാരി വ്യവസായി വ്യവസായികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനും അതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനും അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ദൈനംദിന പ്രശ്നങ്ങൾ, വ്യാപാരികൾ നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നതിനും അതിന് പരിഹാരം കാണുന്നതിനും അതോടൊപ്പം തന്നെ വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ അസംഘടിതമായ നിലനിൽപ്പുകൊണ്ട് കേരളത്തിലെ വ്യാപാരി വ്യവസായി സമൂഹത്തിൻ്റെ ബിസിനസ് രംഗത്തെ താളം തെറ്റലുകൾ പരിപോഷിപ്പിച്ച് വ്യാപാരി വ്യവസായികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ഭാരതത്തിൻ്റെ എക്കണോമിയുടെ ഏതാണ്ട് 80% കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വരുമാനത്തിൻ്റെ ഏതാണ്ട് 80% ഗവൺമെൻറ്റിന് വേണ്ടി കൊടുക്കുന്ന ഈ വ്യവസായികളെ ഒരുമിച്ച് നിർത്തിക്കൊണ്ട് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഉയർത്തപ്പെടുന്നതിനും സ്വയം വ്യാപാരികൾ നന്നാകുന്നതോടൊപ്പം തന്നെ പ്രവർത്തനം വികസിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗം ഭാരതത്തിൻ്റെ വളരെ ഉന്നത നിലയിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ സർക്കാർ, കേന്ദ്ര ഗവൺമെൻറ്, മോദി സർക്കാർ അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പരിഷ്കരണമനുസരിച്ച് വരുന്ന 2025 ആകുമ്പോഴേക്കും ഭാരതം ലോകത്തിൽ 3-ാമത്തെയോ 4-ാമത്തെയോ ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നതിനും വേണ്ടിയാണ് വ്യാപാരി വ്യവസായി സംഘം പ്രതിജ്ഞാബദ്ധമായി നടത്തപ്പെടുന്നത്. െന്നുള്ളതിന്റെ കൂലങ്കഷമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ വ്യാപാരി വ്യവസായികള് എന്തെങ്കിലും സാഹചര്യം വന്ന്, എന്തെങ്കിലും അസുഖങ്ങൾ വന്ന്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് വ്യാപാര സ്ഥാപനങ്ങൾ നിർത്തപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ വന്ന് നമ്മൾ തന്നെ ആ കുടുംബത്തിൽ ഇല്ലാതാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഇന്ന് കേരളത്തിലെ ധർമ്മബോധമുള്ള നാഷണലിസ്റ്റുകളായിട്ടുള്ള ഹൈന്ദവ ജനതയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദു ജനത എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ഭാരതത്തിലെ ഹൈന്ദവനെ എങ്ങും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റ് സമൂഹം നമ്മളെ നിരന്തരമായി വേട്ടയാടുകയും നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ വിട്ടുപോകപ്പെടേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കേണ്ടിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു മാറ്റം നമുക്ക് ആവശ്യം. ആലുവ ടൗണിൽ ഒരാൾ മരിച്ചുപോയി, ഒരു കണക്കാരനെ 2 കുട്ടികളുണ്ടായിരിക്കും. നമ്മളെന്ത് ചെയ്യും? നമ്മളെല്ലാം ഓടിക്കൂടി അനുശോചനം രേഖപ്പെടുത്തി കൊടിയും കെട്ടി കഷ്ടമായി പോയി എന്ന് പറഞ്ഞ് 100-100 രൂപ വെച്ച് പിരിച്ച് ചിലപ്പോ ഒരു 5000 രൂപ, ഒരു 50,000 രൂപ ആ കുടുംബത്തിന് കൊടുത്തു വന്നിരിക്കും. നമുക്ക് ആ 50,000 അല്ല വേണ്ടത്. ആ കുടുംബം നമ്മുടെ കുടുംബമാണ്. നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം.
ജീവിക്കണം. അവരുടെ ജീവിതം വളർന്നു വന്ന് അവൻ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊരു സാമ്പത്തിക സഹായം കൊടുക്കണം. എല്ലാവരും കൊടുക്കുമെന്ന് പറയും, പക്ഷെ ആരും കൊടുക്കുന്നതായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നമുക്കൊരു സംവിധാനം നമുക്ക് ഏർപ്പെടുത്തണമെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘം ചിന്തിച്ചു. കേരളത്തിലാകമാനം വരുന്ന വ്യാപാരിക വ്യവസായികൾ പണ്ട് 80% ഉണ്ടായിരുന്നെങ്കിൽ ഇനി 20%മേ ഉള്ളൂ. ആ 20%-നെ 80%-ലേക്ക് എങ്ങനെയാക്കാം എന്നുള്ളതിനെ കൂലവേഷമായിട്ട് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന ഈ ഹൈന്ദവ ജനതയെ നമ്മൾ തിരിച്ചു ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി സാമ്പത്തികവും സാംസ്കാരികമായിട്ടുള്ള എല്ലാ പ്രൊട്ടക്ഷനുകളും രാഷ്ട്രീയ സ്വയംസേവക സംഘം നൽകണമെന്ന് തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനത്തിന്റെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കൂലപക്ഷമായിട്ട് ചിന്തിച്ച് ധാരാളം ചാർട്ടേഡ് അക്കൗണ്ടന്റ്മാരും ഡോക്ടർമാരും ഒക്കെ ഉള്ള ഈ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ വിദഗ്ധന്മാരുള്ള വലിയൊരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയ വളരെ കൂലപക്ഷമായിട്ട് ചിന്തിച്ചവരാണ് നമുക്ക് നമ്മളുടെ സഹോദരന്മാർ നഷ്ടപ്പെട്ടാൽ നമുക്ക് അവർക്ക് 15 ലക്ഷം രൂപയെങ്കിലും കൊടുക്കാൻ സാധിക്കണം. അവന്റെ കുടുംബം അവന്റെ കുട്ടികളെ വളർന്നൊരു 20 വയസ്സ് 25 വയസ്സ് വരെ എത്തുകയെങ്കിലും ആ കുടുംബം ഒറ്റക്കാലിൽ നിൽക്കുവാൻ പ്രാപ്തമായ രീതിയിൽ ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകണം. ഒരു ദിവസം വന്ന് ദുഃഖം രേഖപ്പെടുത്തി തിരിച്ചു പോവുകയും മാസത്തിലൊരിക്കൽ നേതാക്കന്മാർ വീട് സന്ദർശിച്ച് അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുകയും ചെയ്യുകയല്ലാതെ അടിസ്ഥാനപരമായി നമ്മൾ ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ നമ്മൾ ഏറ്റെടുക്കണം ഒരു പദ്ധതി എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കുക. ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ ഫാസ്റ്റായിട്ട് വളരെ പ്രവർത്തനക്ഷമതയോടുകൂടി വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബെനവലന്റ് സ്കീമിനെ കുറിച്ച്. കുടുംബത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബമിത്ര ബെനവലന്റ് സ്കീം ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അതിന്റെ സേവാ സന്നദ്ധമായ ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് ഭാരതീയ സേവാ സംഘം ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന് പ്രത്യേകമായിട്ടുള്ള എല്ലാ സംഗതികളും ഓഫീസുകളുണ്ട്, സ്റ്റാഫുണ്ട്, അക്കൗണ്ടിംഗ് ഉണ്ട്, എല്ലാം വളരെ പരമപ്രധാനമായ രീതിയിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ വീക്ഷണത്തോടുകൂടി വളരെ വ്യക്തമായി നടത്തുകൊണ്ടിരിക്കുകയാണ്. കേവലം 3 മാസം കഴിഞ്ഞിരിക്കെ, കേവലം 4 മാസം കഴിഞ്ഞിരിക്കെ നമ്മുടെ കേരളത്തിലെ കൊല്ലത്തുള്ള ചന്ദ്രചേട്ടൻ നമ്മളെ വിട്ടുപോയി. ചന്ദ്രചേട്ടൻ ഇതിനകത്തൊരു അംഗമാണ്. ചന്ദ്രചേട്ടന് നമ്മള് ഈ വരുന്ന ദിവസങ്ങളിലെ 6 മാസം വരെ 3 മാസം വരെ ആണെങ്കിൽ വെറും 5000 രൂപയും, എന്നാൽ 6 മാസം ആയിക്കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയുമാണ് നമ്മൾ കൊടുക്കേണ്ടത്. 3 മാസത്തിന് ശേഷമാണ് ഈ 5 ലക്ഷം രൂപ ചന്ദ്രചേട്ടന് നമ്മൾ കൊടുക്കാനായിട്ട് തീരുമാനമെടുക്കും. ഈ വരുന്ന ദിവസങ്ങളിൽ ചന്ദ്രചേട്ടന് 5 ലക്ഷം രൂപ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആലോചിച്ച് ആ കുടുംബത്തിന് ഒരു രക്ഷ. എന്നാൽ ഈ മരണം സംഭവിക്കുന്നത് 6 മാസത്തിനും 2 വർഷത്തിനും ഇടയിലാണെങ്കിൽ അത് 10 ലക്ഷം രൂപയായിട്ട് മാറും. 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കും. നമ്മൾ ഒരാളല്ല കൊടുക്കുന്നത്. നമ്മൾ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ എല്ലാ മെമ്പർമാരും 100 രൂപ വെച്ച് നമ്മുടെ സ്വന്തം അയൽപക്കത്തുള്ള കടക്കാരെ മേടിക്കുന്നത് നമ്മൾ 500 രൂപ കൊടുക്കുമെങ്കിൽ നമ്മൾ 100 രൂപ കൊടുത്താൽ മതി. സംഘത്തിന്റെ ശക്തി, കേരളത്തിലെ വ്യവസായത്തിന്റെ ശക്തി അത്രമാത്രമാണ് നമ്മൾ പദ്ധതിയിരിക്കുന്നത്. ഇത് 5 ലക്ഷം രൂപ കൊടുത്താൽ 6 മാസം കഴിഞ്ഞ് ആരെങ്കിലും നമ്മളെ വിട്ടു പോയാൽ, നമ്മളെ വിട്ടു പോകണമെന്നല്ല പറയുന്നത്, അങ്ങനെ യാദൃശ്ചികമായ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു അപ്രിയ സത്യമാണ്. ആ അപ്രിയ സത്യത്തെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട്, നേരിൽ കണ്ടുകൊണ്ട്, ആ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ 10 ലക്ഷം രൂപ കൊടുക്കുവാൻ തയ്യാറാകുകയാണ്. 10 വർഷം കഴിഞ്ഞ
ഒരാളാണെന്നുണ്ടെങ്കിൽ 10 വർഷം ബിസിനസ് നടത്തി 10 വർഷം നമ്മള് 100 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. 10 വർഷം 100 രൂപ നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ദേഹയോഗം വന്നു കഴിഞ്ഞാൽ 15 ലക്ഷം രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംഘപ്രവർത്തകർക്കറിയാം, സംഘ നേതാക്കൾക്കറിയാം, സംസ്ഥാന കമ്മിറ്റിക്കറിയാം എങ്ങനെ മരിക്കുന്നു, എവിടെ മരിക്കുന്നു, ആർക്ക് സഹായം ആവശ്യമുണ്ട്, ആർക്ക് സഹായ ഹസ്തങ്ങൾ നമുക്ക് നേരിട്ട് എത്തിക്കണം എന്നുള്ളത് സംഘത്തിന് അറിയാം. സംഘം വിശദമായി അന്വേഷിക്കും എല്ലാവരെയും. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരെ മരിച്ച നമ്മൾ ജയിപ്പിള്ള മരിക്കപ്പെട്ടത്. എന്നാൽ നമ്മൾ അന്വേഷിക്കും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്. സംഘത്തിന് സംരക്ഷിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും അന്വേഷിക്കും. നമ്മൾ പൈസ കൊടുക്കുകയും ഇപ്പൊ ചന്ദ്രൻ ചേട്ടന് നടന്ന സംഭവത്തിന് നമ്മൾ 5 ലക്ഷം രൂപ കൊടുക്കാൻ നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ബെനവലന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്കീം നമ്മൾ ഓൾറെഡി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുടുംബമിത്ര പദ്ധതിയിൽ നമുക്ക് ചേരാം, നമ്മുടെ കുടുംബങ്ങൾക്ക് ചേരാം. 3000 രൂപയാണ് അതിനകത്ത് ചേരുന്നതിനുള്ള ഫീസ്. 1000 രൂപ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള മരണാനന്തര ഫണ്ട്. 10 പേർ മരിച്ചു പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫണ്ടിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന 100 രൂപ. അങ്ങനെ 3000, 1000, 4000 രൂപ കൊടുക്കാൻ നമ്മൾ പൂർണ്ണമായും സംതൃപ്തനാണ്. നമ്മുടെ കുടുംബത്തെ മാത്രമല്ല, നമ്മൾ കേരളത്തിലുള്ള നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള എല്ലാ കുടുംബമിത്രങ്ങളെയും നമ്മൾ സഹായിക്കുന്നു. ധർമ്മബോധത്തോടുകൂടി നമ്മൾക്കൊരു 100 രൂപയാണ് കൊടുക്കുന്നത്. നമ്മൾ ഈ കേരളത്തിൽ എടുത്തിരിക്കുന്ന ഭാരതീയ വ്യാപാര വ്യവസായ സംഘത്തിന് അംഗമായിട്ടുള്ള എല്ലാ സഹോദരങ്ങളെയാണ് നമ്മൾ സംരക്ഷിക്കപ്പെടുന്നത്. അതിൽ നമുക്ക് ഒരുമിച്ച് നിന്നുകൂടെ, ഒരുമിച്ച് ശക്തി പകർന്നുകൂടെ, ഒരുമിച്ച് ശക്തി പകരണം. അതിന് സാധ്യതയായിട്ട് മുന്നോട്ട് വരണം. നമ്മളിതിനെ വൻ വിജയത്തിലേക്ക് എത്തിക്കണം. ഒരു താലൂക്കിൽ നിന്ന് 250 പേർ 500 പേരുടെ അംഗങ്ങളെ നമ്മൾ ചേർക്കുവാൻ തയ്യാറാകണം. നമുക്ക് നാളെ ആരോടും ചോദിക്കാൻ പറയണം, നിങ്ങളുടെ കുടുംബമിത്രയിൽ മെമ്പറാണോ? ഈവൻ കുടുംബമിത്രയിൽ മെമ്പറാണെങ്കിൽ അവന് കൊടുത്തോ 50,000 രൂപ കടം, നോ പ്രോബ്ലം. അവന്റെ കാലഘട്ടത്തില് നമുക്ക് പൈസ തിരിച്ചു കിട്ടും. അതാണ് സർട്ടിഫിക്കറ്റ്, അതാണ് കുടുംബമിത്രയുടെ സർട്ടിഫിക്കറ്റ്. കുടുംബമിത്രയാണെങ്കിൽ അംഗമാണെങ്കിൽ 15 ലക്ഷം രൂപ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന വിലയാണ് ആ മനുഷ്യനുള്ളത്. അപ്പോൾ ഇതിനുവേണ്ടി നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ ഓരോരുത്തരും ഈ ഇരിക്കുന്ന ഓരോരുത്തരും മെമ്പറാവുന്നതോടൊപ്പം തന്നെ ഓരോരുത്തരും 4-5 പേരെ എന്തെങ്കിലും മെമ്പറാക്കുകയും അടുത്ത താലൂക്ക് കമ്മിറ്റി മീറ്റിംഗില് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കുകയും വേണം. നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് വേറിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായിട്ട് മാറി. എന്തുകൊണ്ടെന്നാൽ നമ്മളൊരു അസംഘടിത സമൂഹമായി മാറിയിരിക്കുകയാണ് ഹൈന്ദവ സമുദായം. ക്രൈസ്തവ സമുദായം അതുപോലെ തന്നെയാണ്. ക്രൈസ്തവ സമുദായത്തിലും അസംഘടിതമായി കൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തവ സമുദായവും ഹൈന്ദവ സമുദായവും തന്നെ അസംഘടിതമായി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ സാമ്പത്തിക രംഗത്ത് മാത്രമല്ല, സാംസ്കാരിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, എല്ലാ രംഗങ്ങളിലും നമ്മൾ പുറകോട്ടടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പുറകോട്ടടിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ചാലകശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിനോട് ഒരുമിച്ച് നിന്ന് പോരാടുവാൻ നമ്മൾ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. നമ്മളൊന്ന് ആലോചിക്കൂ, ഈ കേരളം കറുപ്പിന്റെ നിറമാകണമോ സഫ്രോണിന്റെ നിറമാകണോ എന്ന് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിൽ ഇന്ന് 1ാം ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് 44% വരുന്ന അന്യമതസ്ഥരാണ്. നമ്മുടെ ഇന്ത്യയെ സ്നേഹിക്കാത്ത
ഒരു ജനവിഭാഗം ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സംസ്കാരത്തെ സ്നേഹിക്കാത്ത ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ, നമ്മുടെ സനാതനത്തെ അധിക്ഷേപിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ടെങ്കിൽ, ആ ജനവിഭാഗമാണ് കേരളത്തിൽ 44% കുട്ടികളാണ് സ്കൂളുകളിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. വരുന്ന 12 വർഷം കഴിയുമ്പോൾ, അല്ലെങ്കിൽ വരുന്ന 10 വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ നിറം പച്ചയാണോ ചുവപ്പാണോ സഫ്രോണാണോ എന്ന് തീരുമാനിക്കാൻ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ കൂട്ടുകാരനാണ് അടയാളം. നമ്മൾ ഓരോരുത്തരും അതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കടന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഒരിക്കൽ അനുഭവിച്ചതല്ലേ, നമ്മൾ 1920 അനുഭവിച്ചതല്ലേ. വാര്യംകുന്നത്ത് കുഞ്ഞു മുഹമ്മദ് ഹാജി നമ്മുടെ മലബാർ പ്രദേശത്ത് ഹൈന്ദവ ജനതയെ വേട്ടയാടി ഒരു സംഭവം നമുക്ക് ഓർമ്മയില്ലേ? നമ്മുടെ അപ്പൂപ്പന്മാര് അവരോട് ചോദിച്ചാൽ കാരണം നേരിട്ട് പറഞ്ഞെങ്കിലും വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജിയുടെ നേതൃത്വത്തില് ഓട്ടോമാൻ തുർക്കികൾ പറഞ്ഞതനുസരിച്ചിട്ട് കേരളത്തിലുള്ള ഹൈന്ദവനെ കുറിച്ച് പൂർണ്ണൊടുക്കി കളയുക, അല്ലെന്നുണ്ടെങ്കിൽ തലവെട്ടി കിണറ്റിലിടുക, അല്ലെന്നുണ്ടെങ്കിൽ മരിക്കണ്ട, തലവെട്ടിയാൽ മാത്രം മതി, കിണറ്റി കിടന്ന് പിടഞ്ഞ് മരിച്ചോളും, അല്ലെന്നുണ്ടെങ്കിൽ ചാലിയാർ പുഴയിലേക്ക് ഒഴുക്കുക. ചാലിയാർ പുഴ രക്തമംഗലമായി ഒഴുകി ആയിരക്കണക്കിന് കിണറുകൾ രക്തനിറമായി, ആയിരക്കണക്കിന് 10,000-കണക്കിന് ഹൈന്ദവ ജനതയെ കശാപ്പിന്റെ ഒരു സംഭവം. ആ സംഭവം നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. അത് നമ്മുടെ കുടുംബത്തേക്ക് കടന്നു വരുവാൻ എനിക്ക് അധികം സമയം വേണ്ട. ടിപ്പു സുൽത്താൻ ആലുവയുടെ ഈ പുഴ വരെ വന്ന, അയാളുടെ വരെ വന്ന, അതുവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പച്ചയുടെ നിറ കൂടുതലാണ്. ആലുവ പുഴയ്ക്ക് തെക്കോട്ട് അദ്ദേഹത്തിന് പോകുവാൻ സാധിക്കില്ല. അത് തീരുമാനിക്കുന്നത് കാലാവസ്ഥ. ഈ കാലാവസ്ഥ കാരണമാണ് അയാൾക്ക് തെക്കോട്ട് പോകാൻ. ഈ ആലുവ മലയുടെ പച്ചയുടെ നിറവൽപ്പം കൂടുതലാണ്. ഇതിനെയൊക്കെ ദൃഢവൽക്കരിച്ചുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മുടെ മുമ്പിലിട്ട് നമ്മുടെ സഹോദരിമാരെ നമ്മുടെ അച്ഛനമ്മമാരെ ദുഃഖിപ്പിക്കുന്ന സമ്പ്രദായത്തിലേക്ക് ഒരു ജനത ഉയർന്നു വരുമ്പോൾ, ധാർമ്മിക ബോധമില്ലാത്ത ഒരു ജനത ഉയർന്നു വരുമ്പോൾ, ആ ജനതയെ പരാജയപ്പെടുത്തി ചവിട്ടി പുറത്താക്കുവാനായിട്ടുള്ള ആത്മധൈര്യം നമ്മുടെ ഹൈന്ദവ ജനത ഉണ്ടാക്കണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. ഒരു ദിവസം ഒരു വാട്സപ്പിൽ ഞാൻ വായിക്കുകയാണ്. അന്ന് വിട്ടുപോയി, അന്ന് വിടാതിരിക്കാൻ നിവർത്തിയില്ല. ശശികല കേരള മൊത്തത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വടക്ക് മലബാറിലെ സ്ത്രീകളുടെ ഒരു വലിയ സമ്മേളനമാണ് നടക്കുന്നത്. എല്ലാ കറുപ്പുധാരികളായിട്ടുള്ള സ്ത്രീകൾ, ആ കറുപ്പുധാരികളായിട്ടുള്ള സ്ത്രീകളുടെ മുന്നില് ഒരു സ്ത്രീ പ്രസംഗിക്കുന്നു. കേരളത്തില് ഹിന്ദു ജനത കുറയുന്നതും മുസ്ലിം ജനത കൂടുന്നതും എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ആ സ്ത്രീ പറഞ്ഞതെന്നറിയാമോ? കേരളത്തിലെ ഹൈന്ദവ പെൺകുട്ടികൾ, ഹൈന്ദവ സ്ത്രീകൾക്ക് കഴിവില്ലാത്തതിന് ഞങ്ങൾ പെണ്ണുങ്ങളെ എന്തിനാണ് കുറ്റം പറയുന്നത്? അപ്പോൾ എവിടെ വരെ എത്തി സംഖ്യ, എവിടെ വരെ എത്തി സംഭവം എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം. നിങ്ങളൊന്ന് ആലോചിക്കൂ. ഇതിന് മറുപടിയായിട്ട് ശശികല ടീച്ചർ പറഞ്ഞു, ഹൈന്ദവ ജനതയുടെ സ്ത്രീകൾ ബുദ്ധിയുള്ളവരെയും ശക്തിയുള്ളവരുമായിട്ടുള്ള സിംഹ കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്, അല്ല കഴുത കുഞ്ഞുങ്ങളെയാണ് പ്രസവിക്കുന്നത്. അതാണ് ആശ്രമാരുടെ സംസ്കാരം ഊട്ടിയുറപ്പിച്ച ഭാരതത്തിലെ സ്ത്രീകൾ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വെല്ലുവിളിച്ച സ്ത്രീയാണ് ശ്രീ ശശികല ടീച്ചർ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് മറക്കരുത്. ഇതൊരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ അനേകായിരം സംഭവങ്ങൾ നിങ്ങളെ സൂചിപ്പിക്കുവാനുള്ള, ഇതൊന്നും കൂടുതൽ സൂചിപ്പിക്കുവാനുള്ള സമയം അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നിങ്ങളെല്ലാവരും ഭാരതീയ വ്യാപാര വ്യവസായ സംഘത്തെ അടുത്ത താലൂക്ക് സമ്മേളനത്തിന്, അടുത്ത മീറ്റിങ്ങിന് ആഴ്ചയിലൊരിക്കൽ ഞാൻ പറയുന്നത് ഒരു 2 മണിക്കൂർ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെലവഴിക്കും. ഒരു ദിവസം 5 നേരം നിസ്കരിച്ച് 5 മണിക്കൂർ ചെലവാക്കുന്ന ബിസിനസ്സിനകത്തില് വിജയിക്കുന്നുവെങ്കിൽ ഒരു നേരം പോലും അമ്പലത്തിൽ പോകാത്തവൻ, വീട്ടിൽ കിടന്നുറങ്ങുന്നവൻ എന്തുകൊണ്ട് സമയമില്ല? 1 മണിക്കൂർ
വർത്താനം പറയുവാൻ. ആരോട് ചോദിച്ചോ? ഹൈന്ദവ ജനതയിലുള്ള ആരോട് ചോദിച്ചോ? ഏത് കച്ചവടക്കാരോട്? ഞാൻ തിരക്കിലാണ്, ഞാൻ തിരക്കിലാണ്, ഞാൻ തിരക്കിലാണ്. 5 നേരം നിസ്കരിച്ചിട്ട് 2.5 മണിക്കൂർ കഴിയുന്നവൻ എല്ലാ ദിവസവും നിസ്കരിക്കുന്നതിന് അവൻ സമയം കണ്ടെത്തുന്നു. നമുക്ക് സമയം കണ്ടെത്താൻ സമയമില്ല. നമ്മുടെ ശവക്കല്ലറ, നമ്മുടെ ഗ്രേവിയാണ്, നമ്മൾ തന്നെയാണ് ഒഴിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തുവാൻ ഈ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ഗ്രേവിയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് കാണേണ്ടതായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പുസ്തകം ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. ഈ തനത് സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തെ പറ്റി എനിക്ക് മുൻപ് ഭാഷണം നടത്തിയ ശ്രീ ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശരിയാണ്, അതെല്ലാം ശരി തന്നെയാണ്. നമ്മൾ ഇപ്പോൾ തന്നെ വളരെ വൈകിപ്പോയി എന്നുകൂടി നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം കേരളം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്നത് ഭാരതത്തെ സ്നേഹിക്കുന്ന ഈ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതും ഭാരതത്തിൽ ജനിച്ചു വീണവരെയും ഇന്നത്തെ കാലത്തെ മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും ഹിന്ദു ആയാലും എല്ലാം ഹിന്ദുക്കളാണെന്നുള്ള ഒരു ചിന്താഗതിയിൽ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. വിശ്വാസം കൊണ്ടേ നിങ്ങൾ ഏതെങ്കിലും ക്രിസ്ത്യാനി മുസ്ലിം ആയിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുവാണ്. നമ്മുടെ പുരാണങ്ങളിൽ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. അതിൻ്റെ അർത്ഥം ഞാൻ പറയേണ്ട കാര്യം നിങ്ങൾക്കറിയാം. ഹിമാലയം മുതൽ കന്യാകുമാരി വരെയുള്ള ഭൂപ്രദേശം ദൈവനിർമ്മിതമായിട്ടുള്ള ഭൂപ്രദേശമാണ്. അത് ഹിന്ദുക്കൾ എന്നുള്ള ഒരു ജാതീയമായിട്ടുള്ള ഇതാണ്. ആ ഹിന്ദു മതം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്നത് സാധിച്ചല്ല, ഇവിടുത്തെ ജീവിതശൈലി കൊണ്ട് ജീവിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പറയുന്നത് ഭാരതത്തിൽ ജനിച്ചു വീണവരെല്ലാവരും ഹിന്ദുക്കളാണെന്നുള്ളത്. ഇവിടെ വർഗവർഗം മനുഷ്യരുണ്ടാക്കിക്കൊണ്ട് അതിൽ വിരോധാഭാസം രാഷ്ട്രീയക്കാർ കലർത്തി ഇതിനെ മുഴുവൻ വിഷം കലർത്തിക്കൊണ്ട് ഈ നാടിൻ്റെ സംസ്കാരത്തെയും നാടിനെയും നശിപ്പിക്കാനുള്ള ശ്രമം ഇന്ന് വളരെ മൂർദ്ധന്യ അവസ്ഥയിൽ നിൽക്കുന്നു. ഇത് തന്നെയാണ് 2018 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ അഖില ഭാരതീയ ബൈഠക്കിൽ ആലോചിച്ചത്. ഇങ്ങനെ പോയാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത വളരെ ശക്തമായിട്ടുണ്ടായി. അന്ന് തീരുമാനിച്ചിരുന്നു നമ്മുടെ മേഖലകളിൽ ചേട്ടൻ പറഞ്ഞു 36ാമത്തെ സംഘടന. ഞാനൊരു ചെറിയ തിരുത്തോടുകൂടി ഞാൻ പറയുകയാണ്, 56ാമത്തെ സംഘടനയാണ്. ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുവാൻ പറ്റുന്നത് എല്ലാ മേഖലകളിലും നമ്മൾ എത്തണം എന്നുള്ളൊരു തീരുമാനം. അതിൽ വളരെ വൈകിപ്പോയ ഒരു തീരുമാനമാണ് വ്യാപാരി വ്യവസായ രംഗത്ത് നമ്മുടെ കാൽവയ്പ് എന്നുള്ളത് 2018 ആലോചനയിൽ വന്നത്. ആ തുടർന്നുള്ള ആലോചനയിലാണ് 2020 വ്യാപാരി വ്യവസായ മേഖലയിൽ നമുക്ക് ഇറങ്ങണം എന്നുള്ള തീരുമാനമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. കാരണം ഇത് ഇവിടെ ഭരിക്കുന്ന സർക്കാരും ഇവിടെ ഭരിക്കുന്ന ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗവും അവർ ശക്തമായിട്ട് കാലൂത്താനുള്ള സാഹചര്യവും സന്ദർഭവും നമ്മൾ കൂടി ചേർത്താ ഭരിക്കുന്നത്. കാരണം നമ്മൾ മിണ്ടാണ്ടിരുന്നു, നമുക്ക് പ്രശ്നമൊന്നുമില്ല. വടക്കൻ ഭാരതത്തിലാണെങ്കിൽ അവിടെ പ്രശ്നങ്ങളുടെ നീർന്നു പോകുകയായിരുന്നു. മുഗളന്മാരുടെ ഭരണമെല്ലാം അവിടെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. കേരളത്തിൽ ഇത്രയ്ക്കധികമുള്ള ഇതുണ്ടായിട്ടില്ല. ഇത് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ എത്രയും പെട്ടെന്ന് തുടങ്ങണം എന്നുള്ള രീതിയിൽ തുടങ്ങിയത്. ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ 3 കണ്ടീഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഭാരതത്തെ സ്നേഹിക്കുക, ഭാരതത്തിൻ്റെ ആ ഉത്തമപുത്രനായി തന്നെ വളരുക, ആ ഭാരതത്തിൻ്റെ മാതാവിൻ്റെ ഇതായിട്ടുള്ള അവരുടെ സംരക്ഷണം നമ്മുടെ ഉത്തമമായിട്ടുള്ള കർത്തവ്യമായിട്ടൊന്ന് വെക്കുക. രണ്ടാമത്തത്, നമ്മുടെ സംസ്കാരം നമ്മൾ പരിപോഷിപ്പിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഉയരണം. മൂന്നാമത്തത്, നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിക്കുക. ഇത്രയും കാര്യങ്ങളുടെ സംക്ഷിപ്തമാണ് രാഷ്ട്രീയ സ്വയംസേവകത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം. ഇന്ന് നമ്മൾ 2020 നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഒരു സർവേമാതിരി നടത്തിയപ്പോൾ വാസ്തവത്തിൽ കണ്ടതെന്ന് വെച്ചാൽ ഈ ന്യൂനപക്ഷ സമുദായത്തിന് ഗവൺമെൻറ്റും അല്ലെങ്കിൽ ഈ പ്രത്യേകിച്ചും ഈ മുസ്ലിം സമുദായത്തിന് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ പറയാൻ പേടിയോ എല്ലാവർക്കും ഉണ്ടാവും. കാരണം അത്രയ്ക്കധികം ഭീകരത വളർന്നു വരുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ളതും ക്രിസ്ത്യാനികളായിട്ടുള്ളവരും ഇരിക്കുന്നത്. കാരണം ഇവിടെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് കുറച്ച് വർഷങ്ങളായി വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു ലവ് ജിഹാദ് ഉണ്ടെന്ന്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ സമ്മതിക്കുന്നു. പക്ഷേ
ഒരു വ്യത്യാസമില്ല, അവർ ഓപ്പണായിട്ട് പറയുന്നില്ല എന്നുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് വോട്ട് വേണം അവരുടെ. അതിനുവേണ്ടി രാവിലെ മാർക്സിസ്റ്റ് പാർട്ടിയും രാത്രി പോപ്പുലർ ഫണ്ടും അല്ലെങ്കിൽ ഈ എന്താ പറയുക സിമി അങ്ങനെയുള്ള സംഘടനകളായിട്ട് അവർ രാത്രി പ്രവർത്തിക്കുന്നു. അങ്ങനെയുള്ള കാലം പ്രവർത്തിക്കുന്ന കേരളത്തിൽ മാറ്റങ്ങൾ വരണമെന്ന് ഒരു മേഖല ഇതാണ്. ഇതിൽ മറ്റുള്ളതിലെല്ലാം സമഗ്രമായിട്ട് മാറ്റങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് പ്രവർത്തിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദുക്കളുടേതായിട്ടുള്ള വിഷമങ്ങൾ പരീക്ഷിക്കുക, സാമുദായികമായിട്ടുള്ള ഇത് പരിഹരിക്കാൻ വിശ്വ ഹിന്ദു പരിഷത്ത്, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹിന്ദു ഐക്യവേദി, രാഷ്ട്രീയപരമായിട്ട് BJP ഭാരതീയ ജനതാ പാർട്ടി, തൊഴിൽ സംബന്ധമായിട്ടുള്ളതെല്ലാം PMS, അങ്ങനെ സേവാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി സേവാപ്രവർത്തനം, ഇങ്ങനെയുള്ള നിരവധി അഭിഭാഷക പരിഷത്ത്, ഇങ്ങനെ നിരവധി സംഘടനകൾ അതാത് മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് പ്രവർത്തിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യം രാഷ്ട്രീയ സ്വയംസേവക സംഘം വഴി വിവിധ ക്ഷേത്രം എന്ന പേരിൽ നടത്തിക്കൊണ്ടുവന്നു. അതിൻ്റെ അവസാന കണ്ണിയാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം. ഈ വ്യാപാരി വ്യവസായ സംഘത്തിൻ്റെ കേരളത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലെ 77 താലൂക്കുകളിലെ പൂർണ്ണമായിട്ട് ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് 4 വർഷത്തെ കാലഘട്ടം കൊണ്ട് നമ്മുടെ പ്രവർത്തനം എല്ലാ താലൂക്ക് സമിതികളും സജീവമായി പ്രവർത്തിക്കുന്നു. താലൂക്കിന്റെ അടിസ്ഥാനത്തിൽ താഴത്തെ തട്ടിലെ പഞ്ചായത്ത് സമിതിയോ അല്ലെങ്കിൽ സ്ഥാനീയ സമിതികളായിട്ട് പ്രവർത്തിക്കുന്ന നിരവധി യൂണിറ്റുകളിലാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു രൂപം കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു മെമ്പർ ആവുക, ഇതിനുള്ളിൽ സംരക്ഷണം കിട്ടണമെങ്കിൽ, ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടണമെങ്കിൽ ഒരു മെമ്പർ ആവുക വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. ആർക്കും ഇതാവാം. അതിന് ഒരു കണ്ടീഷൻ, തട്ടുകട മുതൽ അംബാനി, റിലയൻസ് അങ്ങനെ അത്യുന്നതനായിട്ട് വ്യാപാരി വ്യവസായി വരെ ഇതിനുള്ളിൽ മെമ്പർഷിപ്പ് ആവാം. പക്ഷേ നമ്മുടെ പ്രാഥമിക കർത്തവ്യം നമ്മൾ എന്ത് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നോ ആ ആനുകൂല്യങ്ങൾ താഴെത്തട്ടിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ സർക്കാർ, കേന്ദ്ര സർക്കാർ ചെയ്യുന്ന മാതിരി താഴെത്തട്ടിലുള്ളവർക്കുള്ളതും അതുപോലെ തന്നെ ആദിവാസി മേഖലകളിലുള്ളവരും മറ്റ് പട്ടികജാതി പട്ടികവർഗ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്കുമായിട്ടുള്ള ഒരു സാഹചര്യം സഹായിക്കാൻ പാകത്തിലുള്ളതുണ്ട്. അത് സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ പച്ചയ്ക്കും പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിലുള്ള ഒരാള് ബിസിനസ് തുടങ്ങാതെ തെക്ക് വടക്ക് നടക്കുകയാണെങ്കിൽ വേറൊരു മുസ്ലിം സഹോദരൻ ചോദിക്കാൻ, എന്താ നീ എന്താ തെക്ക് വടക്ക് നടക്കണേ, നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ ചോദിച്ചു. അപ്പോൾ കാശ് എവിടുന്ന, നമ്മുടെ ഈ കാശൊന്നുമില്ല, എന്താ ചെയ്യണത്, നിനക്ക് കാശിനെ വേണമല്ലോ, നിനക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമോ, നിനക്ക് കാശ് എത്ര വേണം തരാം, അത് നിങ്ങൾ കടായിട്ടല്ലേ തരുന്നത്, നമ്മൾ തിരിച്ചു തരണ്ടേ എന്നുള്ളത്. അത് ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ, നിനക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒന്നുമില്ലാണ്ട് തെക്ക് വടക്ക് നടക്കുന്നവനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ കയ്യിൽ ബിസിനസ് കൊടുത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കേരളം ഒഴികെ. ഞാനിപ്പോൾ എൻ്റെ നാട്ടിൽ മൂന്ന് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് 67% മുസ്ലിങ്ങളുടെ കടയാണ്. എല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ്. എല്ലാം ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ്. ആലുവ നല്ല പ്രദേശമായിരുന്നു. ഇന്ന് ഈ ആലുവയിലുള്ളവർക്ക് അറിയാം, ഇന്ന് ശരിക്കിത് മുസ്ലിം അവരുടെ തീവ്രവാദമായിട്ടുള്ള വിഭാഗങ്ങളുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് ഞാനിവിടെ നമ്മുടെ ഒരു ഹിന്ദു സഹോദരന്മാരെല്ലാവരും കൂടി ഈ മുസ്ലിങ്ങളുടെ അനധികൃതമായിട്ടുള്ള ഇതിനും ഇവിടെ കുറേ പ്രശ്നങ്ങളുണ്ടായി ഈ ആലുവ പ്രദേശത്തെല്ലാം. അത് സൂപ്പർ മാർക്കറ്റിലുള്ള ജീവനക്കാർ പലരും ഈ പോപ്പുലർ ഫണ്ടിന്റെ മെമ്പർമാർ അവരൊക്കെ രാത്രി ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അതിന് ജാതിയും പ്രതിഷേധവും സ്ത്രീകളെ അപമാനിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായതുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റും. അതിനെ ഒന്ന് ഇത് ചെയ്തുകൊണ്ട് നമ്മളൊരു ജാഥ ഇവിടെ പ്രതീക്ഷിച്ചു. ആ ജാഥയിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു സമാധാനം ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. കാരണം നമ്മൾ ശക്തരാണെങ്കിൽ അവർക്ക് അതിനെ അധികം കടന്നു വരാൻ സാധിക്കില്ല. ന്യൂനപക്ഷങ്ങൾ ഇപ്പം തൽക്കാലം ബഹുഭൂരിപക്ഷത്തിനേക്കാളും കുറച്ച് സംഖ്യ കുറവാണെങ്കിലും ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ വളരെ പരിഗണന. നാളെ നമ്മുടെ ഈ തലമുറ, നമ്മളായിരിക്കുന്ന ഈ തലമുറ, നമുക്കൊരു പക്ഷേ ഈ കാലം നമുക്ക് കഴിഞ്ഞു കിട്ടാന്ന് വിചാരിക്കാം. പക്ഷേ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വഞ്ചനയാണ് നമ്മുടെ സമൂഹത്തെ നമ്മൾ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന ഒരവസരം. അതിന് നമുക്ക് ഉണ്ടാവരുത്. ആ ഒരൊറ്റ ഇതിലാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം ഈ പറയുന്നതായിട്ടുള്ള വിവിധ ക്ഷേത്രങ്ങളെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു സാമുദായിക സംഘടനയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സാമുദായിക സംഘടനകൾക്ക് ആ സമുദായത്തിന്റെ ആചാര വിചാരങ്ങളും അവരുടെ ആ സമുദായത്തിന് ഇത് മാത്രം നോക്കാൻ പറ്റുള്ളൂ. ഇതിനെല്ലാം ചേർന്നത് അതേമാതിരിയുള്ള സമുദായത്തിന് ഒറ്റക്കെട്ടായിട്ട് മറ്റുള്ളവരെ കൂടി ചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരങ്ങളും കാണുന്നില്ല. ഇതിനൊരേ ഒരു പരിഹാരം രാഷ്ട്രീയ സ്വയം. അതിൽ പറയനുണ്ട്, മുലയനുണ്ട്, വിലയനുണ്ട്, നായനുണ്ട്, നമ്പൂരിയുണ്ട്, നായാടിയുണ്ട്, എല്ലാവരും ഉണ്ട്.
എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരും ഒരുമിച്ച് ഊണ് കഴിക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അതിന് നേതാവ് എന്ന് പറയാൻ പേര് മാത്രമല്ല, നേതാവ് നമ്മുടെ കൂട്ടത്തിൽ ട്രൗസർ ഇട്ട് പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു സംഘടനയാണ്. ആ സംഘടനയുടെ ഇതിന് ഫലം കൊണ്ടാണ്, അച്ചടക്കത്തോടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത് എത്തിയത്. ഇനി ഞാൻ ആ സംഘടനയുടെ കഴിഞ്ഞ് സംഘടനയ്ക്കാണ്. സംഘടനയുടെ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം 2020 തുടങ്ങിയപ്പോൾ കേരളത്തിലാണ് ഇത് തുടങ്ങിയത്. എന്തുകൊണ്ടാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്ന് പേരിടാൻ കാരണം? ഈ സംഘം നേരത്തെ വേണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന BMS, ഏറ്റവും വലിയ അച്ചടക്കമുള്ള ഒരു സംഘടന RSS ലോകത്തിലെ, അതുപോലെ തന്നെ ഭാരതം മുഴുവൻ പടർന്നു പന്തലിച്ച് നിൽക്കുന്നതായിട്ടുള്ള വ്യാപാരി വ്യവസായ മേഖലയെ സംഘടിപ്പിച്ച് ഭാരതം മുഴുവൻ പടർന്നു കിടക്കത്തക്ക രീതിയിലുള്ള അവസ്ഥയിലേക്ക് എത്തത്തക്കതിലാണ് ഇതിന് നാമകരണം. ഇല്ലെങ്കിൽ കേരള വ്യാപാരി വ്യവസായ സംഘം കിട്ടാൻ പോരെ? അതല്ല, ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം എന്നുള്ളത് അത് ഉദ്ദേശിച്ചായിട്ടിരുന്നത്. അതിന്റെ പരിണിത ഫലം ഇപ്പം തന്നെ തുടങ്ങി. ഇപ്പൊ തമിഴ്നാട്ടിൽ ഇതിന്റെ പ്രവർത്തനം ശക്തമായി തുടങ്ങി. മഹാരാഷ്ട്രയിൽ തുടങ്ങി. മഹാരാഷ്ട്രയിൽ 50,000 പേര് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു. കർണാടകത്തിൽ തുടങ്ങി. അപ്പൊ ഇത് നമ്മൾ ശരിക്കും മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഉയർത്തിയ ആശയം ശരിയാണ് എന്നുള്ളത് എല്ലാ തലത്തിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ തലത്തിലും ഇവിടെ നമുക്ക് ഈ എറണാകുളം കേരളത്തിലെ 77 താലൂക്കുകളിൽ പൂർണ്ണമായിട്ട് താലൂക്ക് സമിതികളുണ്ട്. അതിലൊരാണ് എറണാകുളം ജില്ലയിലെ 7 താലൂക്കുകൾ. 7 താലൂക്കുകളിലും നമുക്ക് താലൂക്ക് സമിതികളുണ്ട്. സാഹചര്യങ്ങൾ കൊണ്ട് ആലുവ താലൂക്കിലെ പ്രവർത്തനം കുറച്ച് മന്ദീഭവിച്ചു. അതിന്റെ ഒരു പുനഃസംഘടന എന്നുള്ള രീതിയിലാണ് നമ്മളിത് കൂടുന്നത്, വാർഷികത്തോടൊപ്പം കൂടുന്നത്. ഈ സംഘടനയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ താഴെത്തട്ടിലുള്ള മിക്കവാറും കടകൾ അടക്കിയാണ് ബിസിനസ് നിർത്താവുന്ന മുഴുവൻ ഒരു 89% വരെ ഹിന്ദുക്കളുടെ കടയാണ്. ഒരു മുസ്ലിമിന്റെ കട പോലും അടച്ചിട്ടില്ല. അതിന് ഇവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി ചേർത്ത് അപ്പുറത്ത് തുറന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ നമ്മൾ ഇതിനെ ഒരു സർക്കാരിൻ്റെ അടുത്ത് ഒരു ആനുകൂല്യം ഒന്നുമില്ല. ഇതിനെ നമ്മൾ സംഘടിപ്പിച്ച് ഇപ്പൊ കിട്ടിയിരിക്കുന്ന അവസരം നമുക്ക് കേന്ദ്രത്തോടെങ്കിലും എന്തെങ്കിലും പറയാൻ സാധിക്കും. ആ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കുറെ ആവശ്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻജി നമ്മൾക്ക് വാക്കും തന്നിട്ടുണ്ട്. അതിപ്പോ ഓരോ കാര്യങ്ങളിലുള്ള ആചാര്യം വരും. MSME സ്കീം ഇടപെടുത്തണം. നമുക്ക് സാധാരണക്കാരനും MSME സ്കീമിൽ സാധാരണ കച്ചവടം ചെയ്യുന്നതിന് ഇടപെടുത്തണമെന്നും നമ്മൾ വളരെ ശക്തമായിട്ട് എടുത്തതിന്റെ പരിണാമഫലമായി MSME സ്കീമിൽ നമ്മുടെ ഈ ചെറുകിട ബിസിനസ് എല്ലാവരും ചേർക്കാനുള്ള സാഹചര്യം സംബന്ധിച്ചു. ഇനി ഒരെണ്ണം ഒരു 60 വർഷം കഴിഞ്ഞവർക്കൊക്കെ പെൻഷൻ കൊടുക്കണം. വ്യാപാരി ചെറുകിട, പ്രത്യേകിച്ചും ചെറുകിട തട്ടുകടക്കാർക്കും ചെറിയ വ്യാപാരികൾ പെൻഷൻ കൊടുക്കണം. അതുകൊണ്ട് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘത്തിന്റെ വ്യാപാരി വ്യവസായ മേഖലയിലും നമ്മൾ ശക്തമായിട്ടുള്ള മുന്നെടുപ്പോടുകൂടി നമ്മൾ മുമ്പോട്ട് നീങ്ങണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്കറിയാം, കേവലം 4 വർഷമെത്തിയ ഒരു സംഘടനയുടെ സമ്മേളനമാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ സംഘടന അതിന്റെ പ്രവർത്തന മൂല്യം എത്ര എത്തിച്ചു, അതെങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളതിനെ പറ്റി ഇതിൽ കൂടുതൽ തെളിവ് ആവശ്യമില്ല. കേരളം കഴിഞ്ഞ് ഇന്ന് ഭാരതത്തിലെ മുഴുവൻ പ്രദേശത്തേക്കും നമ്മുടെ സംഘടന മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നോർക്കണം, ഇവിടെ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ, CAA വന്നപ്പോൾ കടകൾ മുഴുവൻ അടച്ചിട്ടു. ഈ കടകൾ, ഓരോ കടയിൽ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മൾ ഒരു ഒബ്ലിഗേഷനായിട്ടൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിനോടൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എഴുതി കൊടുക്കാറുണ്ട്. ഈ കട ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ പ്രവർത്തിച്ചോളാമെന്ന്. എന്നാൽ അത് സാധിക്കാതെ, അതിന് തയ്യാറാകാതെ, തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത, തങ്ങൾക്ക് വിരോധമുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ മുഴുവൻ കടകളും അടച്ചിട്ട ഒരു സാഹചര്യം വന്നപ്പോഴാണ് മേൽപ്പറഞ്ഞ നമ്മുടെ മദർ ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ ആവശ്യമാണെന്ന് ചിന്തിക്കുകയും ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തത്. അത് 4 വർഷം പിന്നിടുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ. ഇന്ന് നമ്മുടെ സംഘടന, ഞാൻ അടുത്ത ദിവസം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്നെ ഇവിടുത്തെ ടാക്സ് കൺസൾട്ടന്റ് അസോസിയേഷൻ ഒരു പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ചെന്ന് അവരോട് പറഞ്ഞത്, കേരളത്തിലെ ഏതാണ്ട് 14 സംഘടനകൾ വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് പല ഭാഗത്തും നടത്തുന്നുണ്ട്, പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. എന്നാൽ അവരുടെ എല്ലാവരുടെയും പേര് കേരള എന്നാണ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, കേരള വ്യാപാരി വ്യവസായി സമിതി, ഇങ്ങനെ തുടങ്ങിയ സാമുദായിക സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നതെല്ലാം കേരളത്തിലെ സംഘടനയാണെങ്കിൽ ഇന്ന് GST വന്നതിന് ശേഷം
ഗവൺമെന്റും ജനങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ, വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായിട്ട് മാറേണ്ടത് ഒരു അഖില ഭാരത സംഘടനയാണെന്നും ആ സംഘടന എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഈ കേന്ദ്ര ഗവൺമെന്റിനോട് ചേർന്ന് നിൽക്കുന്ന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച നമ്മളാണെന്ന് ഞാൻ അവരുടെ മുമ്പിൽ പ്രസംഗിച്ചപ്പോൾ, ഞാൻ അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ നമുക്ക് കിട്ടിയൊരു മാൻഡേറ്റ് വളരെ വലുതായിരുന്നു. കാരണം ഇവിടെ എല്ലാ ഓർഗനൈസേഷനിലും കേരളത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ ഭാരതത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. നോട്ട് നിരോധനം വന്നു നവംബർ 8-ാം തീയതി. അതിനെതിരായിട്ട് ഇവിടെ വ്യാപകമായ പ്രചരണം നടന്നു. ഇവിടെ GST എന്തുകൊണ്ട് ആരോടൊക്കെയോ ആലോചിച്ചില്ല എന്ന പേരിൽ ഇവിടെ പ്രക്ഷോഭണങ്ങൾ നടന്നു. ഇവിടെ വ്യാപകമായ പ്രചരണങ്ങൾ നടന്നു. GST പ്രഖ്യാപിച്ചത് കുഴപ്പമില്ല, പക്ഷേ ആരോട് ചോദിച്ചിട്ട് എന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. ഇതൊക്കെ തീരുമാനിക്കാനായിട്ടുള്ളൊരു നട്ടലുള്ള ഗവൺമെന്റ് ഈ നാട്ടിലുണ്ട് എന്ന് ഈ രണ്ട് കാര്യത്തെ കൂടി അറിയിച്ചു ജനങ്ങളെ. ഇന്ന് 1,75,000 കോടി രൂപ ഗവൺമെന്റിലേക്ക് പിരിച്ചു കൊടുക്കുന്ന, 1 രൂപ 1 നയ പൈസ പ്രതിഫലം പറ്റാതെ പിരിച്ചു കൊടുക്കുന്നവരാണ് നമ്മൾ. നമുക്ക് അർഹമായ പരിഗണന ഗവൺമെന്റ് നൽകുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. നമ്മൾ അർഹമായ പരിഗണന നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇല്ല. നമുക്കൊരു എവിടെ ചെന്നാലും ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന പരിഗണന പോലും കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരം നടത്തുന്ന സമൂഹത്തിനും യാതൊരു പ്രതിഫലവും പറ്റാതെ 1,75,000 കോടി രൂപ ഗവൺമെന്റിന് പ്രതിമാസം പിരിച്ചു കൊടുക്കുന്ന വ്യാപാരിക്ക് കിട്ടുന്നില്ല എന്ന സത്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നമുക്ക് ആത്മാഭിമാനത്തോടെ ആദ്യം ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഇന്ന് നമ്മൾ സമരം ചെയ്യുന്നത്. നമ്മൾ അടുത്തതായി ജില്ലാ സെക്രട്ടറി ശ്രീ രാജശേഖരൻ ക്ഷണിച്ചോളൂ. വ്യാപാരി വ്യവസായി സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ പലരും ഇവിടെ വ്യാപാരം ചെയ്യുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷവും പ്രളയം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ ആലുവായും പരിസരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടേതായ പല കടകളും, നമ്മുടേതായ പല വ്യവസായങ്ങളും, നമ്മുടേതായ പല വ്യാപാര സമുച്ചയങ്ങളും അടച്ചു പൂട്ടിക്കൊണ്ട് പോകേണ്ട ഗതികേടിലേക്ക് വന്നു എന്നുള്ള സത്യമാണ്. കാരണം സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്നടിഞ്ഞു. യാതൊരുവിധ കച്ചവടവും ഇല്ല. എത്ര സമയത്ത് പലപ്പോഴും ബിൽഡിംഗ് ഓണർ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ വർഷം തോറും ഏകദേശം 15-20% ഒക്കെ വാടക കൂട്ടി ആ വ്യാപാര സമുച്ചയങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും അടച്ചു പൂട്ടിക്കൊണ്ട് പോകേണ്ട ഗതികേടിലേക്ക് ഇന്ന് വ്യാപാരികൾ വന്നുകൊണ്ടിരിക്കുക. അട കൊടുക്കാൻ പണമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ സാമ്പത്തികമായിട്ട് നമ്മളെ സഹായിക്കാനായിട്ട് യാതൊരുവിധ ബാങ്കുകളോ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളോ ഇല്ലാത്ത അവസ്ഥ വരുന്നു. നമുക്ക് ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്താണ് നമ്മുടെ എന്താ പറയുക സംഘപരിവാറിന്റെ ഒരു പരിവാർ സംഘടന തന്നെ ആയിട്ട് നമുക്ക് ഇത് കെട്ടിപ്പടുക്കാൻ സാധിക്കും. ചിന്തിച്ച് നമ്മളൊരു കെട്ടുറപ്പുള്ളൊരു സംവിധാനം, നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കണം, പ്രവർത്തിക്കണം. അതിനനുസരിച്ച് എല്ലാവരും താഴെത്തട്ടിൽ വരെ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈ താലൂക്ക് കമ്മിറ്റിയെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗായത്രി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഭാരതീയ വ്യാപാരി വ്യവസായി സംഘിന്റെ എല്ലാവർക്കും വിനീത നമസ്കാരം. കാര്യം മാത്രമേ പറയാനുള്ളൂ. നമ്മുടെ സുരക്ഷ, നമ്മുടെ സംഘടനയുടെ നിലനിൽപ്പ്, ഇതിനെല്ലാത്തിനും ആവശ്യമായ ഒരു ഘടകത്തെക്കുറിച്ച് വേണുവേട്ടനാണെങ്കിലും ജില്ലാ രക്ഷാധികാരി ആണെങ്കിലും നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബ മിത്രയിൽ അംഗങ്ങളാകുന്നതിനൊപ്പം ഞങ്ങൾ ഓരോരുത്തരും ചുരുങ്ങിയത് ഒരു 5 പേരെങ്കിലും അടുത്ത ഒരു മാസത്തിനുള്ളിൽ കുടുംബ മിത്രയിൽ ചേർക്കും. നമ്മുടെ സംഘടനയിൽ നിലവിലുള്ളവരുടെ സുരക്ഷിതത്വം, ഇതുപോലെ സംഘടനയിൽ ചേരാൻ സാധ്യതയുള്ളവരെ കണ്ടുപിടിക്കലും, നമ്മുടെ കൂട്ടത്തിലുള്ളവർക്കൊരു സാമ്പത്തിക സഹായം, നമുക്കൊരു വീഴ്ച വരുന്ന ഒരു സാഹചര്യത്തിൽ
നമ്മുടെ സംഘടനയിൽ നിന്നൊരു സഹായം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തണം. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ കുടുംബമിത്രയിൽ ചേരും, മാത്രമല്ല എനിക്ക് പറ്റുന്ന സാധിക്കുന്നവരെ എല്ലാവരെയും ചുരുങ്ങിയത് 5 പേരെയെങ്കിലും ഞാൻ ചേർക്കും എന്നുള്ള രീതിയിൽ ഒരു ഉറപ്പ് പറഞ്ഞുകൊണ്ട് വേണം ഇന്ന് ഇവിടുന്ന് പിരിയാൻ. കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. ജില്ലാ താലൂക്ക് തല നേതാക്കളെ നമസ്കാരം. ആദ്യമായിട്ട് ഞാൻ ആലുവ താലൂക്കിൻ്റെ പുതുതായി പ്രഖ്യാപിച്ച കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. 1-2 വാക്കുകൾ പറയാം. ഒന്ന്, നിങ്ങൾക്കറിയാം, മനുഷ്യ സമൂഹത്തിലെ 100% ആൾക്കാരും നിത്യേന എന്ന രീതിയിൽ ബന്ധപ്പെടുന്ന സമൂഹമാണ് വ്യാപാരി വ്യവസായി സമൂഹം. അപ്പോൾ ഒരു വ്യക്തിയും ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെടാതെ ജീവിക്കുന്നില്ല. ആ നിലയ്ക്ക് സർക്കാരുകളൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ട സമൂഹമാണ് വ്യാപാരി വ്യവസായി സംഘം. ആ കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു. കാരണം നമുക്കറിയാം, നമ്മൾ ടാക്സ് പിരിച്ചു കൊടുക്കുന്ന പൈസ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും കൊടുക്കുന്ന വലിയ തുക വ്യാപാരി വ്യവസായി സമൂഹമാണ് പിരിച്ചു കൊടുക്കുന്നത്. ഇവരിത് പിരിച്ചു കൊടുക്കുന്ന ഒന്ന് നിർത്തിയുള്ള അവസ്ഥ ആലോചിച്ചു നോക്കുക. ആ നിലയ്ക്ക് സർക്കാരുകളെല്ലാം എല്ലാവിധ പരിഗണനയും നൽകേണ്ട സമൂഹമാണ് നമ്മളെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അത് ആ ധാരണ നമ്മൾ സംഘടന മാറേണ്ടതുണ്ട്. അതും നമ്മളുടെ ഒരു ഉദ്ദേശമാണ്. സ്വയം കെട്ടുറപ്പിനൊപ്പം ഈ പരസ്പര സഹായം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ നിലയ്ക്കുള്ള സംഘടനയായിട്ട് കൂടി വ്യാപാരി വ്യവസായ സംഘം വളരണം. കാരണം നിങ്ങൾക്കറിയാം, ആദ്യം നമ്മുടെ മുരളിജി പറഞ്ഞു CCA അല്ലെ, കോമൺ സിവിൽ കോഡ് വിത്ത് സമരം നടക്കുന്ന ആലുവയിലേക്ക് അവസ്ഥ നിങ്ങൾക്കറിയാം. നിർബന്ധിച്ച് കടകൾ അടപ്പിച്ചിട്ട് അവരവരുടെ കടകൾ അടച്ചിടുകയും നമ്മളുടെ കടകൾ പോലും അടപ്പിക്കുന്നതും നിത്യോപയോഗ സാധനങ്ങൾ പോലും കിട്ടാതെ വരുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയിരുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണം. കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറി പോലും 2 ദിവസം തടഞ്ഞിട്ട അവസ്ഥ ഉണ്ടായിരുന്നു. അത് മാറണം. ഇതിലെല്ലാം നമ്മൾ ഇൻവോൾവ് ചെയ്യണം. ആ നിലയ്ക്ക് നമ്മളും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കി സംഘടനാ തലത്തിൽ ശക്തി ആർജിക്കണം. ആ നിലയ്ക്ക് തന്നെ നമ്മൾ വരണം. അടുത്തിടയ്ക്ക് ആലുവയിൽ ഉണ്ടായ ഒരു വിഷയം കൂടി നമുക്ക് ശ്രദ്ധേയപ്പെടുത്തുകയാണ്. തോട്ടക്കാട്ട് ഒരു ബേക്കറിയിലെ വിഷയം നിങ്ങൾക്കറിയാം. നമ്മുടെ ജില്ലാ നേതൃത്വം ഇടപെട്ടിരുന്നു. ഇതുപോലുള്ള വിഷയങ്ങൾ ഇനിയും വരാൻ പോകുന്നുണ്ട്. നമ്മെ തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ വ്യവസായത്തെ ബിസിനസ്സിനെ തടസ്സപ്പെടുത്തി മറ്റുള്ളവർ സഹായിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരും ലോക്കൽ ബോഡികളും മറ്റു ചിലരും എടുക്കുമ്പോൾ അത് മാറ്റാനുള്ള കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ട നമ്മളാണ്. അതുപോലെ തന്നെയാണ് GSTയുടെ കാര്യങ്ങളോ മറ്റ് നിത്യേനയുള്ള പ്രശ്നങ്ങളോ വരുമ്പോൾ ആ വിഷയങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യണം. നമ്മൾ വെറുതെ മീറ്റിംഗ് കൂടി പിരിയോ സംഘടനാ കാര്യത്തിൽ പറഞ്ഞ് തിരിയുകയല്ല. നിങ്ങൾക്ക് നേരിടുന്ന ദൈനംദിന പ്രശ്നങ്ങൾ കൂടി ചർച്ച ചെയ്യാനുള്ള വേദിയായിട്ട് നമ്മുടെ താലൂക്ക് സമിതിയും യൂണിറ്റ് സമിതിയൊക്കെ മാറണം. ഈ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവിധ ആശംസകളും. അദ്ദേഹം നമ്മുടെ പഴയ BBSന്റെ പഴയ താലൂക്ക് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഇത് നന്ദി രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നിപ്പം ഇതിന്റെ ആവശ്യകതയും പിന്നെ ഇന്നിപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥയെ കുറിച്ചും എല്ലാം ഇവിടെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഒരു കാര്യം പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം മാത്രം ഞാൻ ഇവിടെ പറയുകയാണ്. കാരണം ഞാൻ നിലവിൽ ഞാൻ വഹിക്കുന്ന ചുമതല എന്ന് പറയുന്നത് ഞാൻ BJPയുടെ ആലുവയുടെ പ്രസിഡന്റാണ്. അതുകൂടാതെ ജന്മഭൂമി പത്രത്തിന്റെ ആലുവ മേഖലയുടെ ലേഖകനും കൂടിയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ സംഘടന ഉയർന്നു വരുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് തന്നെ പരമാവധി നമ്മളുടെ മറ്റ് സംഘടനകളുമായി ഒരു ഏകോപനം ഉണ്ടാകുന്നതിന് നമ്മൾ ഭാരവാഹികൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ആലുവയിൽ ഇപ്പോൾ ആലുവ നഗരത്തിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന പല വിഷയങ്ങളും ആദ്യം നമ്മളുടെ ആൾക്കാർ സമീപിക്കുന്നത് മിക്കവാറും BJPയുടെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് മിക്കവാറും വരുന്നത്. ഇപ്പൊ ഈ അടുത്തിടയ്ക്ക് തന്നെ ഈ മെട്രോയുടെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അത് ബാധിച്ച ചില വ്യാപാരികൾ സമീപിക്കുകയും നമ്മൾ പോയി അത് മെട്രോയ്ക്കായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിലൊക്കെ സജീവമായിട്ട് വ്യാപാരി സംഘ് ഇടപെടാനുള്ള സാഹചര്യത്തിലേക്കും കൂടി വരണം. അപ്പൊ തികഞ്ഞ ഏകോപനം ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും നമുക്കിവിടെ ഇപ്പൊ നഗരസഭയുടെ തലത്തിലാണെങ്കിലും അല്ല ഇനിയിപ്പോ താലൂക്ക് തലത്തിലേക്കാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം ആലുവയിൽ ഇപ്പം നമ്മളുടെ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ ഇതേപോലെ തന്നെ കാന പണിയുന്നതായിട്ട് ബന്ധപ്പെട്ടും ചില വിഷയങ്ങളുണ്ടായി. ഇതിലെല്ലാത്തിലും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സംഘടന വ്യാപാരി സംഘം ശരിക്കും സജീവമായിട്ട് ഇടപെടുന്ന ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു ഏകോപനം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിച്ച
സന്തോഷ് കുമാർ സന്തോഷേട്ടന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ ബി വേണുഗോപാൽ, സംസ്ഥാന സെക്രട്ടറി വ്യാപാരി സംഘ്, അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. കുടുംബമിത്രം പദ്ധതിയെക്കുറിച്ച് ദീർഘമായ ഒരു അവതരണവും അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി സംസാരിച്ച ശ്രീ എൻ വാസുദേവൻ ചേട്ടനും നന്ദി രേഖപ്പെടുത്തുകയാണ്.